എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പ്രഭാവതി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ്. കാരണം അമൃത അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്ന് പ്രഭാവതിയോട് പറയണേ. ഇത്ര ആയില്ലേ അമ്മേ, ഇനിയെങ്കിലും അമ്മയ്ക്കൊന്ന് പശ്ചാത്തപിച്ചുകൂടെ? അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് പോലും അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് അമ്മ ഒരു വാക്കുകൂടെ സംസാരിച്ചില്ല. അങ്ങനെ സംസാരിക്കുമായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇപ്പം ഈ മനസ്താപത്തിന്റെ കാര്യം ഉണ്ടാവത്തില്ലായിരുന്നു. അമ്മയ്ക്ക് ഇനിയാണെങ്കിലും മാറ്റം ഉണ്ടാവണം. ഇനി മാറ്റം ഉണ്ടായില്ലെങ്കിൽ അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരു കാലത്തും അമ്മ ഗതി പിടിക്കില്ല എന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരവസ്ഥയെ പ്രഭാവതി ഇരിക്കുകയാണ്. സ്വന്തം മകളാണ് വന്ന് പറയണമെന്ന് ഓർക്കണം. കാരണം അമൃത ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമൃതയുടെ മനസ്സിൽ അത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന അമൃത തന്നെയാണ് പ്രഭാവതിയോട് ഇതിനു മുമ്പ് വന്ന് പറഞ്ഞ് അമ്മ ഒന്ന് പോയി അച്ഛനെ കാണാനൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചാണ്. അന്ന് പ്രഭാവതി തൻ്റെ തലക്കനം കൊണ്ട് അവിടെ ഇരുന്നു, മസിൽ പിടിച്ചിരുന്നു. തന്നോടൊന്ന് ഒരു വാക്ക് പോലും ചോദിക്കാതെ എസ്റ്റേറ്റ് അബിയുടെ പേരിൽ എഴുതി കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് സ്വത്തിനും പണത്തിനുമായിരുന്നു പ്രാധാന്യം കൂടുതൽ കൊടുത്തേ. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ സ്വത്തും ഇല്ല, പണവും ഇല്ല, ആളുമില്ലാത്തൊരവസ്ഥയെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രഭാവതി സൂര്യനാരായണന്റെ വില എന്താന്ന് മനസ്സിലാക്കണേ. പിന്നീട് അമൃത നേരെ മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ജാനകി. ജാനകിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് നെടുന്തൂണ വയ്യാതെ കിടക്കുമായിരുന്നെങ്കിൽ അച്ഛനുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോഴാ ആളില്ല. ആ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും അഭിയേട്ടൻ വേണം നോക്കാനായിട്ട്. ഈ കുടുംബത്തിന്റെ ചുമതലകൾ മുഴുവനും എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും അഭിയേട്ടൻ വേണം കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട്. അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതൊക്കെ തരണം ചെയ്ത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് ജാനകിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ജാനി നിൽക്കുന്ന സമയത്താണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത്. അപർണ വന്നിട്ട് ജാനി കൂടെ പറഞ്ഞു, ഓ നിന്റെ വിഷമം ഇതിലായിട്ടും കഴിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അപർണേ അല്ലെങ്കിൽ തന്നെ ഞാൻ നല്ല ഇതിലല്ല എന്ന് പറയണം. ഇത് കേട്ടൻ പറഞ്ഞു, നിനക്ക് മാത്രമേ വിഷമമുള്ളെന്നാ നിന്റെ വിചാരം, അല്ലെങ്കിൽ അത് അങ്ങനെയാണല്ലോ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛനുണ്ടായിരുന്ന സമയത്ത് നീ ഇതുപോലെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പിന്നെ എല്ലാം കാണിച്ച് നീ അച്ഛനെ കയ്യിലെടുത്ത് തറവാട് നിന്റെ പേരിലേക്ക് എഴുതി വാങ്ങിച്ചു. ഇനിയിപ്പോൾ അങ്ങേര് മരിച്ചതിന് ശേഷം നീ എന്തിനാടി ഈ അഭിനയമൊക്കെ കാഴ്ചവെക്കണമെന്ന് ചോദിക്കുക. അവളുടെ ഒരു സ്നേഹം പോലും. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, അതെ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയായിരുന്നു പറയണം. ഓ സ്വന്തം അച്ഛനെ പോലെ? അതിന് നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നോടി. നിന്റെ അച്ഛൻ ഏതാ അമ്മയെന്ന് പോലും നിനക്ക് അറിയത്തില്ലായിരുന്നല്ലോ. എന്നിട്ട് അവളുടെ സ്വന്തം അച്ഛനാണ് പോലും. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു, അതെ സ്വന്തം അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ സ്വന്തം എനിക്ക് ജന്മം നൽകിയ അച്ഛൻ ആരാന്ന്. പക്ഷെ അത് വേണ്ട, എനിക്ക് ആ സ്വന്തം അച്ഛൻ്റെ സ്നേഹം തന്ന് എന്നെ ഇത്രയും കാലം ഇവിടെ നോക്കിയത് ആരാന്നറിയാവോ? അഭിയേട്ടൻ്റെ അച്ഛനാണ്. ആ സ്നേഹവും കടപ്പാടും നന്ദിയൊക്കെ എപ്പോഴും എനിക്കുണ്ടായിരിക്കും എന്ന് പറയണം. പിന്നെ സ്വന്തം അച്ഛനാണ് നമ്മൾ പറയണമെങ്കിൽ ജന്മം നൽകണമെന്നില്ല. ജന്മം നൽകിയാൽ മാത്രമേ സ്വന്തം അച്ഛനാണെന്നില്ല. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയണ ആരെന്നറിയോ? എൻ്റെ അഭിയേട്ടൻ്റെ അച്ഛനെ തന്നെയാണ്. പിന്നെ ചിലരൊക്കെ ഉണ്ട് ജന്മം കൊടുത്താൽ പോലും സ്വന്തം അച്ഛനായിട്ട് കരുതാത്തവര്. അങ്ങനെ ചിലരൂടെ ഉണ്ടെന്ന് പറയണം. അത് അപർണയ്ക്കിട്ടുള്ള കൊട്ടായിരുന്നു. ജന്മം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടോ അപർണ പറഞ്ഞു, ഓഹോ അപ്പം നീ എനിക്കിട്ട് പണിയല്ലേ? അല്ല നിനക്ക് അങ്ങനെ തോന്നിയോ? തോന്നിയെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ മരിച്ചുപോയി. ഇനി ആ അച്ഛനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് വെറുതെ നീ എന്നെ കുത്തി നോവിക്കാണ്ട് നോക്കണ്ട. വെറുതെ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കും അപർണേ. ഇതേ സമനില ഏറ്റിയ പോലെ ഞാനിപ്പോൾ നിൽക്കണേന്നൊക്കെ പറയണം. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അപർണ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ജാനകിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നു. കാരണം വേറെ ആരൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഈ വീട്ടിലുള്ളവർ ഓരോരുത്തരോരുത്തർ തന്നെ കുത്തി കുത്തി പറയുന്നുണ്ട് താൻ അനാഥയാണ് അനാഥയാന്നുള്ളത്. ഇത് കേട്ട് കേട്ടാണ് അങ്ങോട്ട് മടുക്കുവാണ്. അപർണയാണെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ നാഴേക്ക് 40 വട്ടമൊന്നും വേണം ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കും എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. അതുപോലെ തന്നെ സുമംഗല മുത്തശ്ശി ഇതുപോലെ തന്നെയാണ് പറയണേ. ഇടയ്ക്ക് പറയും, നീ അനാഥയല്ലേ, നിനക്ക് അതിന് ആരുടെയുള്ള അച്ഛനുണ്ടോ അമ്മയുണ്ടോ? നിന്റെ അച്ഛനാരോ അമ്മയാണെന്ന് നിനക്ക് അറിയത്തില്ലോ. എന്നിട്ട് വലിഞ്ഞു കയറി വന്ന് ഇവിടെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുത്തുവാക്കുകളൊക്കെ പറയും. പക്ഷേ ജാനകി കുറച്ചൊക്കെ കണ്ടിരുന്ന കേട്ടിരുന്നൊക്കെ നടിക്കും. പക്ഷെ എപ്പോഴും ആയി കഴിയുമ്പോഴും ആർക്കാളും സങ്കടവും വിഷമം തോന്നും. അതിനേക്കാളുപരി പോരാത്തന്നെ ഇങ്ങനെ ഈ വിഷമിച്ചിരിക്കുന്ന സമയം കൂടെ ആയി കഴിയുമ്പോൾ അച്ഛനെങ്കിലും അമ്മയില്ലെങ്കിലും ആ സ്ഥാനത്ത് കണ്ടുകൊണ്ടിരുന്ന പ്രഭാവതിനെ സൂര്യനാരായണനായിരുന്നു. പക്ഷെ പ്രഭാവതി ഇടക്കാലം കൊണ്ട് അടഞ്ഞ് ജാനകിനെ കണ്ടെടുത്ത കാണത്തില്ലാത്തൊരവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. പക്ഷേ സൂര്യനാരായണനല്ല, അന്നും ഇന്നും അതുപോലെ തന്നെയാണ്. ജാനകി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എങ്ങനെയാണോ പെരുമാറിയത് അതേ സ്നേഹം എല്ലാ പരിഗണന തന്നെയായിരുന്നു ജാനകിക്ക് മരിക്കുന്നോളം വരെ സൂര്യനാരായണൻ കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം അദ്ദേഹത്തോടുള്ള
ഇഷ്ടമൊക്കെ ജാനകിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഒരച്ഛൻ്റെ സ്നേഹം എന്തെന്ന് അറിയുന്ന പോലും സൂര്യനാരായണൻ നിന്നാണ്. അതുകൊണ്ട് അച്ഛൻ മരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം വന്ന ജാനകിക്കും അഭിക്കൊക്കെ ആയിരുന്നു. പിന്നീട് ജാനകി മുറിയിലേക്ക് കഴിഞ്ഞപ്പോഴത്തേനും അഭി ചോദിച്ചു, എന്ത് പറ്റി ജാനകി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയാം, എനിക്കറിയാം എന്തോ ഉണ്ട്, ആരെങ്കിലും എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനാ അഭിയേട്ടാ, സാധാരണ പുറത്തിറങ്ങുന്ന സമയത്ത് അനാഥയെന്ന് വിളിച്ച് ഒത്തിരി കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്ര വിഷമം തോന്നിയിട്ടില്ല. ഈ കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ചടങ്ങുകളൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ആ വാക്കുകളൊക്കെ കേൾക്കണമെന്ന് പറയണം. അത് കേട്ടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അബിക്ക് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു, നീ അനാഥയല്ല, നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ അത് പറയാൻ സമയമായിട്ടില്ല. ഈ പറഞ്ഞ് കുത്തി നോവിച്ചവരുടെ മുന്നിൽ ഒരിക്കൽ ജാനകി തലയുയർത്തി പിടിച്ച് നിൽക്കും. അതിനി അധികം നാളൊന്നും ഉണ്ടാകത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം ജാനകിയുടെ അമ്മ എവിടെയാന്നുള്ള കാര്യം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നീട് അഭി നേരെ സൂര്യനാരായണൻ്റെ മുറിയിലേക്ക് പോവാണ്. സൂര്യനാരായണൻ്റെ മുറിയിൽ കയറിയിട്ട് അലമാരിയൊക്കെ സെർച്ച് ചെയ്യണം. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാധാമണി വാരസ്യരുടെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മുറിയിലുണ്ടെന്ന്. പക്ഷെ എവിടെ എന്താണെന്നും അറിയത്തില്ല. അങ്ങനെ നേരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. പെട്ടെന്ന് ജാനകി വന്നിട്ട് ചോദിച്ചു, അഭിയേട്ടൻ ഇവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കുക. ഇത് കേട്ടതും അഭി ഒരു നിമിഷം ഞെട്ടി. അല്ല അത് പിന്നെ ഞാൻ എന്താ നോക്കുന്നേ, കഴിഞ്ഞ ദിവസം ഇവിടെ കിടന്ന് തിരയുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്താ കാര്യം, എന്തേലും നോക്കുവാണെന്ന് ചോദിക്കേ. ഒന്നുമില്ല, അച്ഛൻ എന്തേലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുകയാണ്. ജാനകിക്ക് അങ്ങനെയാണ് സംശയങ്ങളൊക്കെ വന്നേ. ഒന്നുമില്ല, ഞാൻ വെറുതെ അച്ഛൻ്റെ മുറിയൊക്കെ ഒന്ന് നോക്കിയതെന്ന് പറയണം. ഇത് കേട്ടതും ജാനകി പറഞ്ഞ, അല്ല അഭിയേട്ടൻ്റെ കണ്ണുകളിൽ എന്തോ തിരയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, 2 ദിവസമായിട്ട് ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, ഒന്നുമില്ല ജാനകി, അങ്ങനെയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി ഒഴിഞ്ഞു മാറി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം ജാനകിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അഭിയേട്ടൻ്റെ മനസ്സിൽ എന്തോ രഹസ്യമുണ്ട്, തന്നോട് പറയാത്ത എന്തോ രഹസ്യമുണ്ട്. അഭിയേട്ടൻ്റെ മുഖം കണ്ടാൽ അറിയാം. അതാണ് അഭിയേട്ടൻ ഒഴിഞ്ഞു മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ അഭിയേട്ടനോട് ചോദിച്ചു കഴിയുമ്പോൾ അഭിയേട്ടനുള്ള സത്യം പറഞ്ഞ് തന്നോടൊപ്പം നിന്ന് സംസാരിക്കുന്നതാണ്. പക്ഷേ തനിക്ക് മുഖം തരാതെ മുഖം പെട്ടെന്ന് കുനിച്ചങ്ങോട്ട് പോവുക ചെയ്തേ. ഈ സമയം നിരഞ്ജനം മുറിയിലേക്ക് കയറി വരുവാണ്. അപ്പോൾ അജയ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് നിരഞ്ജനെ കണ്ടത് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. നിരഞ്ജന വന്നിട്ട് ചോദിച്ചു, അജയ് നീ സത്യം പറയണമെന്ന് പറയാം, എന്ത് കാര്യമാണെന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിന്റെ കാര്യം നല്ല സംശയമുണ്ട്. അച്ഛൻ പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു വ്യക്തമായ കാരണം കാണുമെന്ന് പറയണം. വ്യക്തമായ കാരണമോ? എന്ത് കാരണം? ഒരു കാരണമില്ലാതെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ മരിക്കില്ല. കാരണം അച്ഛന് എന്തെങ്കിലും ഷോക്ക് ഉണ്ടായിക്കണം. സത്യം പറ, നീ അച്ഛനോട് പണം കടം ചോദിച്ചില്ലേന്ന് ചോദിക്കുക. പണമോ? അതെ, ചെറിയ എമൗണ്ട് ഒന്നുമല്ല, നീ വലിയ എമൗണ്ട് തന്നെ അച്ഛനോട് കടം ചോദിച്ചു. അവസാനം അച്ഛൻ അത് തരാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നീ ഭീഷണിപ്പെടുത്തുവോ അങ്ങനെ എന്തോ ചെയ്തു. അച്ഛൻ ആ ഷോക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അങ്ങോട്ട് അച്ഛന് പെട്ടെന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അന്ന് രാത്രിയിൽ സമയം ഏറെ വൈകിട്ട് നീ മുറിയിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നോട് ആ കാര്യം ചോദിച്ചാ. പക്ഷേങ്കിൽ നീ അന്ന് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷെ പിറ്റേ ദിവസം രാത്രിയിൽ അച്ഛൻ മരണപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണേ എല്ലാവരും. അതിനർത്ഥം നീ ആ മുറി കയറിയിട്ടുണ്ടായിരുന്നു, അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സത്യം പറ, നീ അച്ഛനെ എന്തെങ്കിലും ചെയ്താണെന്ന് ചോദിക്കുകയാണ്. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജയ് പെട്ടെന്ന് ഞെട്ടിത്തെരിച്ച് നോക്കുകയാണ്. നിരഞ്ജന ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു. അജയുടെ മുഖത്തെ ആ ഭാവ വ്യത്യാസങ്ങളൊക്കെ നിരഞ്ജനയ്ക്ക് വീണ്ടും സംശയങ്ങൾ കൂടുകയാണ്. അജയ് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിരഞ്ജനയ്ക്ക് മനസ്സിലായി. ഇങ്ങനെയാണെങ്കിൽ അജയനെ സൂക്ഷിക്കണം, ഇവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്നുള്ള സത്യം നിരഞ്ജന തിരിച്ചറിയുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.